നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും അരുൺ ടെക്സ്റ്റിയുടെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ബിരുദതല പ്രാഥമിക പരീക്ഷ മതിയായ കാരണങ്ങളാൽ എഴുതാൻ സാധിക്കാത്തവർക്ക് വീണ്ടും ഒരു അവസരം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. 2022 ഒക്ടോബർ 22, നവംബർ 19 തീയതികളിലെ ബിരുദതല പ്രാഥമിക പരീക്ഷ ദിവസം അംഗീകൃത സർവകലാശാലകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നടത്തുന്ന പരീക്ഷയുള്ളവർ 2 പരീക്ഷകളുടെയും അഡ്മിഷൻ ടിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അപകടം പറ്റി ചികിത്സയിലുള്ളവർ അല്ലെങ്കിൽ അസുഖബാധിതർ എന്നിവർ ആശുപത്രി ചികിത്സ നടത്തിയതിൻ്റെ ചികിത്സാ സർട്ടിഫിക്കറ്റും മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ്. പ്രസവ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ ചികിത്സാ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവ രണ്ടും ചേർത്ത് അപേക്ഷിക്കേണ്ടതാണ്. ഗർഭിണികളായ ഉദ്യോഗാർത്ഥികൾ, യാത്രാ ബുദ്ധിമുട്ടുള്ളവർ അല്ലെങ്കിൽ ഡോക്ടർമാർ വിശ്രമം നിർദ്ദേശിച്ചിട്ടുള്ളവർ എന്നിവർ അത് തെളിയിക്കുന്ന നിശ്ചിത മാതൃകയിലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ചികിത്സാ സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കേണ്ടതാണ്. പരീക്ഷാ ദിവസം സ്വന്തം വിവാഹം നടക്കുന്ന ഉദ്യോഗാർത്ഥികൾ തെളിവ് സഹിതം അപേക്ഷിക്കേണ്ടതാണ്. ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ മരണം കാരണം പരീക്ഷ എഴുതാൻ കഴിയാത്തവർ രേഖകൾ സഹിതം അപേക്ഷിക്കേണ്ടതാണ്. 2022 ഡിസംബർ 10 നടക്കുന്ന 3ാം ഘട്ട പരീക്ഷ എഴുതുവാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് അവസരം നൽകിയിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾ മതിയായ രേഖകൾ സഹിതം അവരവരുടെ പരീക്ഷാ കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന PSC ജില്ലാ ഓഫീസിൽ നേരിട്ടോ അല്ലെങ്കിൽ ചുമതലപ്പെടുത്തുന്ന വ്യക്തി മുഖേനയോ നേരിട്ട് അപേക്ഷ നൽകേണ്ടതാണ്. തിരുവനന്തപുരം ജില്ലയിലെ അപേക്ഷകർ PSC ആസ്ഥാന ഓഫീസിലെ EF വിഭാഗത്തിൽ നൽകേണ്ടതാണ്. തപാൽ അല്ലെങ്കിൽ ഇമെയിൽ വഴി ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. 2022 നവംബർ 14 മുതൽ 30 വരെ അപേക്ഷകൾ സ്വീകരിക്കുന്ന ദിവസം വരുന്നത്. 2022 നവംബർ 14 മുൻപോ ശേഷമോ തപാൽ അല്ലെങ്കിൽ ഇമെയിൽ വഴി അയച്ചിട്ടുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക, ഉദ്യോഗാർത്ഥികൾക്കുള്ള അറിയിപ്പ് എന്നിവ PSC വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ മസ്റ്റ് നോ എന്ന ലിങ്കിൽ PSC എക്സാം അപ്ഡേറ്റ് എന്ന പേജിലും അതുപോലെ തന്നെ നവംബർ 15-ാം ലക്കം PSC ബുള്ളറ്റിലും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് 0471 2546 260 അതുപോലെ തന്നെ 246 എന്ന നമ്പറിൽ ബന്ധപ്പെടുക എന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനെടുത്ത എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ഏകദേശം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു ഇൻഫർമേഷനുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.